ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വീണ്ടും ലെവൽ ഡബിൾ ആയിട്ട് വീണ്ടും ഗെയിം ആയിട്ട് വന്നിരിക്കുന്നു ഗൈസ്. അറിയല്ലേ, നമ്മൾ ഇത്ര പാർട്ടിട്ടു, മൂന്നാമത്തെ പാർട്ടോ രണ്ടാമത്തെ പാർട്ടോ ഗൈസ്? ഒന്നോ രണ്ടോ ഇത്രേ പാർട്ടായി ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ലെവൽ ഡബിളിന്റെ ഗെയിം തുടങ്ങാം. നമുക്കപ്പോൾ സ്റ്റാർട്ട് ഞാൻ കൊടുത്തു, ലെവൽ ഡബിൾ. ഓക്കെ ഗൈസ്, ഈ ലെവൽ വെച്ച് തന്നെ ഞാൻ നിർത്തിപ്പോയ പറ്റൂല ഗൈസ്. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഗൈസ്. ഗൈസ് പറ്റും ഗൈസ്. ഒരു കാര്യം പറയാം, ഈ ഗെയിമിൽ ഗൈസ് എനിക്ക് പറ്റൂല ഗൈസ്. ഈ ലെവലിൽ ഒന്നല്ലെങ്കിൽ ഞാൻ സ്കിപ്പാക്കി കളയും. സത്യം ഈ ലെവൽ സ്കിപ്പാക്കി കളയും. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടേ. പണിപാളി ഷീറ്റ്. ഇത് എന്തിനാണ് ഗൈസ്? പോയി. അപ്പൊ ഇതിൽ ആനിമേഷൻ കാണണം, ചോര തെറിക്കണേന്റെ. അതെന്തേര് ഗൈസ്? കൊണ്ട് പറ്റൂല ഗൈസ്, ഞാൻ സത്യം പറഞ്ഞ. വേറെന്തൊരാ ടെക്നിക് ഉണ്ടല്ലോ. ഇല്ലേ ഗൈസ്, നടക്കൂല. ഞാൻ ഉദ്ദേശിച്ചില്ല. ഇതിന്റെ മണ്ടയിൽ തന്നെ പറ്റൂലല്ലേ ഗൈസ്? നടക്കണ കേസല്ല ഗൈസ്, സത്യം ഇത് പറഞ്ഞാൽ ഇത് നടക്കൂല. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. ഭയങ്കര ലെവല് പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ലെവല് പാട്. ഏറ്റവും കൂടുതൽ പ്രാന്തം ഭയങ്കര പാടുള്ള ലെവലും ഇത് തന്നെ. എനിക്കിതേ പറയാൻ പറ്റുള്ളൂ. താഴെ നമ്മൾ താഴോട്ടാണ്. ഞാൻ ഇത്ര കുത്തുന്നുണ്ടെന്നാ കണ്ടാ ഗൈസ്? മണ്ട വഴി കൂടെ പോയാൽ മണ്ടേ കയറിയിരിക്കും. പകുതി വരെ കഴിഞ്ഞിട്ട് അതങ്ങ് നിൽക്കും. എനിക്ക് പ്രാന്തായി. ഈ ഗെയിമിനെ ഇത്രാമത്തെ തവണയെന്നാ കളിക്കണം. സ്വിച്ച് ആക്കിയതും പോയില്ലേ. അല്ല ഗൈസ്, അല്ലല്ലല്ല, ഇപ്പൊ ഒരു കാര്യം കണ്ട്. അത് സത്യമാണോ അല്ല ഗൈസ്? അപ്പൊ അതല്ല. ഞാൻ എന്തിനാണ് കണ്ടേന്ന് വെച്ചാ, ഞാൻ മുട്ടാതെ തന്നെ എനിക്ക് തിരിച്ചു പോവാൻ പറ്റുന്നുണ്ട്. ഇത് മുട്ടിയാലേ ഇത് രണ്ടും കൂടെ താഴ്ന്നു വരുള്ളൂ ഗൈസ്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ എടുത്തെറിഞ്ഞു പോകും. എന്തൊരു ബിരിയാണ് ഗൈസ്. കുറച്ച് റിലാക്സ് ആയിട്ട് പോവാം നമുക്ക്. ഇപ്പൊ കണ്ടോ, ഒരു ബുദ്ധി എൻ്റെ കയ്യിലുള്ളു, ഒറ്റ ബുദ്ധി. ആ ബുദ്ധി ഫ്ലോപ്പായി പോയാ സത്യമായിട്ട് പറയാം, അതും ഫ്ലോപ്പായി.
എന്തിനവിടെ ഇരിക്കുന്ന നോക്കണം. അങ്ങനെ എത്തുമ്പോ നമ്മള് പൊട്ടി തിരക്കി. ഇത് ഭയങ്കര വല്ല എവിടെയെങ്കിലും നിൽക്കാൻ വേണ്ടി വെക്കണം. ഇത് തിരിച്ചു പോകുമ്പോ ചെറുതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാണെങ്കിൽ ടിപ്പ് പറഞ്ഞ ഇതിങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത്. ചില ആൾക്കാർ 3 ലെവലും കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെയാണ് ചോദിക്കണം. അവരെ അയച്ചെന്നാ കൊള്ളാമായിരുന്നു. എനിക്ക് ഈ ലെവൽ എന്തിനാണെന്ന് പറ്റുന്ന കൈസ്. എന്തൊരു കൈസ് ലെവല് കൈസ്. കണ്ട ഇതാണ് വിഷയം. ഇത് അടുത്തെത്തിയ തിരിച്ച് ബാക്കിലോട്ട് പോകും. കയ്യും മേനെടുക്കണം. ഒറ്റ സ്വിച്ചിൽ ഇത്ര നേരം സ്ട്രെച്ച് ചെയ്യണം. ഈ ഗെയിം കഴിഞ്ഞിട്ട് കാണാൻ കഴിയും. അല്ല ഒരു കളി നടക്കൂലെന്ന് പറഞ്ഞാൽ ഒറ്റ കളി നടക്കൂല ഇവിടെ. എന്തിനാണ് ചെയ്യണമെന്ന് എനിക്ക് ഒന്നും മനസ്സിലായി. ഈ കളി കഴിഞ്ഞിട്ട് കാണാം. കുറെ നേരം എടുക്കും ഗൈസ്. അപ്പുറത്തെ ഈ കളി ഒന്നും ജസ്റ്റ് ഒന്ന് തീർത്തിട്ട് വരണേണ് ഗൈസ്. അല്പവശാൽ ബുദ്ധി ഗൈസ് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരിക്കും. ഈ കഴിഞ്ഞ ലെവൽ കംപ്ലീറ്റ് ആക്കി ഗൈസ്. എന്ത് പാടുന്ന ഗൈസ്. ഞാൻ ഇത് ഒരു ദിവസമായി. ഇന്നലെ 5 മണിക്ക് സ്റ്റാർട്ടാക്കി. ഇന്ന് 5 മണിയായപ്പോഴാണ് ഞാൻ ഗെയിം നിർത്തിയത് തന്നെ. അത്രയ്ക്ക് പാടുണ്ടായി. ഈ സുന്ദരമായിരുന്നോ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിന്ന് ലാസ്റ്റ് ജയിച്ചു ഗൈസ്. ഇപ്പം അടുത്ത ഈ റൗണ്ട് ഇങ്ങനെ എനിക്കൊന്ന് കണ്ടറിയാം ഗൈസ്. ഈ ലെവൽ ഗൈസ് ഇതും തിരിച്ചടി. പരട്ട് ഇതും തിരി ഗൈസ്. ആടെ എൻ്റെ കാണാം ഗൈസ്. ഒന്നുമില്ല ഗൈസ്. ഇങ്ങനെ ആട് കയറി വന്നു. നെറ്റ് ഓണമല്ല, പക്ഷെ ഇങ്ങനെ ആട് കയറി വന്നു ഗൈസ്. ഒരു കാര്യം പറഞ്ഞേ, ഭയങ്കര പാട് ഗൈസ്. മനുഷ്യനെ കള്ളിപ്പിക്കുന്നിട്ട് പാട്. ഇത് ഒന്നും ഇപ്പൊ കംപ്ലീറ്റ് ആണ്. ഇത് പിന്നെ ഇങ്ങനെയും കംപ്ലീറ്റ് ആകാൻ ഗൈസ്. പിന്നെ നേരത്തെ ഗെയിം സൂക്ഷിച്ചൊന്നും കളിച്ചില്ലെങ്കിൽ പണിപ്പാളും പാലും വെള്ളത്തിൽ കിട്ടും. എന്തൊരു അടിയിലോട്ടും പോകാൻ പറ്റൂല. പണ്ടയിലോട്ടും പോയാലും ചെയ്യും. മരട്ട് തന്നെ. എന്തിനാ അതിന്റെ അടിയിൽ കൂടെ കയറി പോണ ഇവൻ. ഇപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ കയറി പോണോളൂ. പോട്ട് പോട്ട് ഗൈസ് കഷ്ടപ്പെട്ട് ഇങ്ങോരെത്തിയിട്ട് എങ്ങനെയാണ് പോയെന്ന് പറഞ്ഞാ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇത് ജയിക്കും. നിങ്ങൾ കണ്ടോ പറഞ്ഞാൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കും ഗൈസ്. ബാക്കി ഇതെന്തിനാണോ മനസ്സിലാവുന്നില്ലേ. ഫൈനൽ റൗണ്ടാണെന്നാ തോന്നണ. കൊള്ളാല്ല ചെറുക്കൻ്റെ വീട്ടിൽ. എന്തൊരു ഒത്തുശാലൻ. നമുക്ക് ഇതെന്തൊരു ബട്ടൺ. എക്സ്ട്രാ പാട്ടുണ്ടെങ്കിൽ നമ്മള് പാടുന്നല്ലേ ഇപ്പം. ഓക്കെ ഗൈസ്, എന്തൊരു ഗൈസ് മണ്ട കൊണ്ട് വെച്ചിരിക്കുന്ന അവിടെ. ഇപ്പൊ പോയാനെ. നീയിപ്പോ ഇവിടാ അവിടെ. നീയിപ്പോ മണ്ട നോക്കി പോക്കണം.
അതും ജയിച്ചു ഗായ്സ്. അടുത്ത ലെവൽ ഇത് തന്നെ, ഗ്രാവിറ്റി. മനസ്സിലായി കാണും, വേറൊന്നുമല്ല, ഗ്രാവിറ്റി. നമ്മൾ കളി പിന്നെ എന്ത് ഗ്രാവിറ്റി? ഓ മനസ്സിലാക്കിക്കോണം, ഗ്രാവിറ്റി ഇങ്ങനെ വർക്കാവോ? ചാടുമ്പോ നമ്മള് പറട്ട് തന്നെ. പോട്ടെ, ചാടല് പോയി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എന്തായാലും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചും കൊടുക്കണം. ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ലൈക്കും ചെയ്യണം. അതോ എൻ്റെ തൊണ്ട ചെറുതായി തടഞ്ഞിരിക്കണം ഗൈസ്. എന്താ ഇവിടെ സംഭവിക്കുന്നേ? ഒന്നുമില്ല, ഒന്നും പറയില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാം, ഈ ഗൈസ് എൻ്റെ ഫേസ് ക്യാം വെച്ച് വീഡിയോ എടുക്കാനുള്ള താല്പര്യമുള്ളവർക്ക് ഫേസ് ക്യാം വെച്ച് വീഡിയോ എടുക്കാം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം ഗൈസ്, നിങ്ങളും കമൻറ്റ് ചെയ്യണം, വീഡിയോ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഷെയറും കാണിച്ചു കൊടുക്കണം ഗൈസ്. ഇതേപോലത്തെ ഈ ന്യൂ ഗെയിംസ് ഒക്കെ ഉണ്ടെന്നും ഇത് പ്ലേ സ്റ്റോറിൽ തന്നെ കിട്ടുന്ന അറിയുന്ന ഗെയിം തന്നെ. പക്ഷെ എനിക്ക് ഈ ആദ്യത്തെ ലെവലിൽ ഭയങ്കര പാടായിട്ട് തോന്നിയ ലെവലിൽ കഴിഞ്ഞ ആദ്യം ഭയങ്കര പാടുള്ള ആ രണ്ട് സൈഡിലും മുള്ളുള്ള ഇതാണ് ഗൈസ്. അതും കഴിഞ്ഞു. ബാക്കിയുള്ള ആവറേജ് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെയാണ് സിമ്പിൾ പരിപാടി എന്ന് പറയണം. മോയെ ഞാൻ ചതിലും ചത്താണോ? കളി മനസ്സിലാവാതെ കളിച്ച ഇതാണ് പ്രശ്നം പറയണ. ആവറേജ് ഗെയിം അല്ലേ ഇത്? ഫൗള്. അതൊന്നും ഞാൻ കേറിയിട്ട് മണ്ടലോട്ട് പോയി. ഇതിന്റെ ഇടയിൽ എന്തൊന്നും സ്പേസ് വിട്ടിരിക്കുന്ന, ആ സ്പേസിൽ കൂടെ അവർക്ക് ആ ബ്ലോക്ക് വെച്ചൂടെ? നിങ്ങൾ തന്നെ പറ. ഇവിടെ കേറിയിട്ട് ആ കുഞ്ഞിടയിൽ കൂടെ വണ്ടേ വരെ പോയി. എനിക്ക് അത്രയ്ക്ക് മനസ്സാ ജയിച്ച്. ഇപ്പൊ ഇവിടെ ഈ ബട്ടണിൽ നിൽക്കണമായിരിക്കും.